രാജാവായി കളി അറിയാത്ത ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുന്ന കുറെ മണ്ടന്മാരെയാണല്ലോ ബിഗ് ബോസ് സീസൺ 7ലേക്ക് കൊണ്ടുപോയത്. ഒരു വ്യക്തി അവിടെ കളിക്കുമ്പോൾ ആ വ്യക്തിയുടെ കളി ഗെയിമാണ്, അദ്ദേഹം ആ ഒരു സ്ട്രാറ്റജിയാണ് പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ എണ്ണം ബിഗ് ബോസിന്റെ ഒരു സീസണെങ്കിലും കണ്ടിട്ട് പോവാഞ്ഞത്, കണ്ടിട്ട് മനസ്സിലാക്കാൻ തലയില്ലാത്ത ഈ സാധനത്തെ ഒക്കെ മാങ്ങ പറിക്കാനാണ് കൊണ്ടുപോയത്, അല്ലെങ്കിൽ മാങ്ങ പറിക്കാനാണ് പോയത്. അല്ലെ ഞാൻ അറിയുന്ന ചോദിക്കും, ഇവരെല്ലാവരും ഇത് പാർട്ടി കമ്മിറ്റിക്ക് പോയതോ, അല്ലെങ്കിൽ എന്ത് ടൂറിന് പോയതോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല ഉല്ലാസ കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് കൂട്ടം കൂടി ഇരുന്ന് സൊറ പറഞ്ഞിട്ട് ഒരുത്തിനെ മാത്രം ഇരുന്ന് ടാർഗറ്റ് ചെയ്തിട്ട് അവനെ കുറ്റം പറയുന്നു. ഇത് കാണുന്ന പ്രേക്ഷകർ, ഇത് ഈ കഴിഞ്ഞ സീസണുകൾ കണ്ട എല്ലാ മനുഷ്യനും അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചേർന്ന് വല്ല പരിപാടിക്ക് പോയതാണോ? ഓരോരുത്തരും ഇൻഡിവിജ്വൽ പ്ലെയർ ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ പ്ലേ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കിയ 1-2 ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഈ റെനെ എന്ന് പറയുന്ന കൊച്ച് അവൾക്ക് കാര്യം മനസ്സിലായി. കാരണം അവരുടെ ആ ഒരു ഏജിൽ അവൾക്ക് കൃത്യമായി മനസ്സിലായി അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന്. പക്ഷെ അവൾക്ക് എങ്ങനെ കളിക്കണം എന്നറിയത്തില്ല. അവൾ ഓടിപ്പോയിട്ട് അതൊക്കെ ഷാനവാസിനോട് പറയുന്നു, മറ്റവരോട് പറഞ്ഞു. ഷാനവാസ് എന്താ അവളെ ചേട്ടനാ, അവളെ അമ്മാവനാ. അപ്പോൾ ഷാനവാസുമായിട്ട് കൂടിച്ചേർന്നാണ് അവള് പോയത്. ആകെപ്പാടെ ഒരേ ഒരു കണ്ടസ്റ്റന്റ് 2 പേരും മാത്രം, ആദിലയും നൂറയും. അപ്പൊ അവർക്ക് 2 പേർക്കും പരസ്പരം എന്തെങ്കിലും കളി സ്ട്രാറ്റജി പറഞ്ഞ് ചെയ്യാം. പക്ഷെ മറ്റുള്ളവർ എന്തിനാണ് എല്ലാവരുടെയും കൂട്ടം കൂടി ചേർന്ന് ഒരാളെ മാത്രം ഒറ്റയ്ക്കൊക്കെ? അയാൾ ആദ്യം തന്നെ ഒറ്റയ്ക്കുള്ള സ്ട്രാറ്റജി തെരഞ്ഞെടുത്തതാണ്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാം അയാളെ വലയിൽ വീണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, എല്ലാം വലയിൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗെയിം അയാളുടെ കൈ പോവും. അയാൾ ഈ ഒരു സീസണിലെ രാജാവായി മാറുമെന്ന് ഞാൻ ഈ മെനഞ്ഞാന്ന് തൊട്ട് കളി തുടങ്ങി, എന്നത് തുടങ്ങിയോ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയാണ്. പക്ഷേ ഇത് നമ്മളിവിടെ നിന്ന് പറയാം, നമ്മളിന്ന് തൊണ്ടപൊട്ടി ഇവിടുന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ അവിടെ പോയി മന്ദബുദ്ധികൾ മാങ്ങ പറിക്കാൻ പോയാണ്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യ. ഞാനാണെങ്കിൽ ഓൺലൈൻ കോടതി കയറിയിട്ട് ചാടി, എനിക്കിത് പറഞ്ഞോളാം വയ്യ. ഓൺലൈൻ കോടതി യൂണിഫോം ഒക്കെ ഊരി കളഞ്ഞിട്ട് വേഗം സിവിൽ ഡ്രസ് ഇട്ടുകൊണ്ട് ഓടി വന്നതാണ് റിവ്യൂ പറയാൻ വേണ്ടി. ഞാനത് രാവിലെ തൊട്ട് ഈ അടി കാണുന്നു, ഒരു കാര്യമില്ല ട്രിഗർ ആവണം. അപ്പാന് ശരത്ത്, നമുക്ക് പ്രതീക്ഷയുള്ള ആൾക്കാരായിരുന്നു ശരത്ത്, അതിനൊക്കെ അബിയൊക്കെ വെറുതെ ദേഷ്യപ്പെടുവാണ്. പിന്നെ രുദ്രൻ, നമ്മുടെ എന്താ പറയുക ഷാനവാസൊക്കെ എന്തിനാണ് അവിടെ പോയി? ചുമ്മാ ഒരു കാര്യം, കളി എന്താണെന്ന് ഇവർക്ക് അറിയില്ല, ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്തായാലും അനീഷ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ആദ്യം അയാൾ ചൊറിയാണ്, നമ്മൾ ചൊറിയാണെങ്കിലും അയാൾ നല്ല മികച്ച ഗെയിമറാണ്. അയാൾക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടാണ് അയാൾ പോയിരിക്കുന്നത്. അയാൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, അയാൾ നല്ല കണ്ടന്റ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം മുണ്ണാളെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ എന്തായാലും നോക്കാം, ഇനി നല്ല വൈൽഡ് കാർഡൊക്കെ വരട്ടെ അയാളെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് വേണ്ടത്. അയാൾ നല്ല അടിപൊളിയായിട്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഈ അയാളുടെ കണ്ടന്റിൽ അയാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനകത്ത് ട്രിഗർ ആയിട്ട് വീഴുന്ന, ഇല്ല ഈയാൻ പറ്റകളെ പോലെ ഒരു പിന്നെ എന്തോ ലൈറ്റിന്റെ വെട്ടത്ത് വന്ന് വീഴുന്ന കുറെ ഈയാൻ പറ്റകളാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഇരിക്കുന്ന പൊട്ടന്മാരായിട്ടുള്ള കണ്ടസ്റ്റന്റ്. ഒരെണ്ണം കളിക്കുന്നത്, ഒരെണ്ണത്തിന് മനസ്സിലാവുന്നില്ല ഈ കളി എന്താണെന്ന്. അതാണ് കാര്യം. അപ്പൊ അതിന്റെ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.